റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് വിരാമം കുറിക്കാനുള്ള യുഎസിന്റെ നിർണായകമായ ശ്രമത്തിന്റെ ആദ്യ ഭാഗമായി റഷ്യ സ്റ്റേറ്റ് സെക്രട്ടറിമാർ തമ്മിലുള്ള ഉന്നതതല ചർച്ചകൾക്ക് മേശ വിരിച്ചത് സൗദി അറേബ്യയാണ്. റഷ്യ ചർച്ചയ്ക്ക് ആതിഥേയത്വം വഹിച്ച സൗദി അറേബ്യ വരാനിരിക്കുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പുടിനും തമ്മിലുള്ള ചർച്ചയ്ക്കും ആതിഥേയത്വം വഹിക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ലോകത്തെ രണ്ട് ശക്തി കേന്ദ്രങ്ങളായ ഈ രണ്ട് നേതാക്കന്മാർക്കും സമാധാനമായി ഇരുന്ന് ചർച്ച നടത്താനുള്ള ഒരിടം സൗദി അറേബ്യ തന്നെയെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. എന്തായാലും ലോകം ഉറ്റുനോക്കുകയാണ് സൗദി അറേബ്യയുടെ ഈ നീക്കം. 2018 വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ പത്രപ്രവർത്തകനായ ജമാൽ ഖഷോഗിയുടെ കൊലപാതകവും യമനിലെ യുദ്ധം ഉൾപ്പെടെ കാര്യങ്ങളെ തുടർന്ന് ഏതാനും വർഷങ്ങളായി സൗദി ബന്ധം ആകെ ഉലഞ്ഞ അവസ്ഥയിലായിരുന്നു. അതിൽ അമേരിക്ക പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്തിയത് സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ തന്നെയായിരുന്നു. ഖഷോഗിയുടെ കൊലപാതകത്തിൽ സൽമാന് വ്യക്തമായ പങ്കുണ്ടെന്ന ആരോപണമാണ് മുൻ സർക്കാർ ആരോപിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് അധികാരമേറ്റതിന് പിന്നാലെ നിർണായകമായ ഒരു ഘട്ടത്തിൽ റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലെ ഒരു മാച്ച് റഫറിയാകുകയാണ്, മധ്യസ്ഥനാകുകയാണ് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ. യുഎസുമായുള്ള തങ്ങളുടെ ബന്ധം ഊഷ്മളമാക്കാൻ സൗദി അറേബ്യ നടത്തുന്ന ശ്രമങ്ങൾക്ക് സൗദി അറേബ്യയുടെ കിരീടാവകാശി സൽമാൻ രാജകുമാരൻ തന്നെയാണ് ഇപ്പോൾ ചുക്കാൻ പിടിക്കുന്നത്. അമേരിക്കയുമായി കൂട്ടുകൂടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സൗദി രാജകുമാരൻ യുഎസിൽ $600 ബില്യൺ നിക്ഷേപം നടത്താൻ തയ്യാറായിട്ടുണ്ട്. ട്രംപ് ആ ഓഫറിൽ വീണു എന്ന് തന്നെ വേണം കരുതാൻ. പൂർണ്ണമായും എണ്ണയിൽ വേരുന്നിരുന്ന സൗദിയുടെ സമ്പദ് വ്യവസ്ഥയെ കളമാറ്റി പിടിച്ച് വൈവിധ്യവൽക്കരിക്കാൻ കൂടിയാണ് മുഹമ്മദ് ബിൻ സൽമാന്റെ ശ്രമങ്ങൾ. ഇതിന്റെ ഭാഗമായി സൗദി അറേബ്യ അന്താരാഷ്ട്ര തലത്തിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ശ്രമം നടത്തുന്നുണ്ട്. കൂടാതെ സൗദിയുടെ മുൻ നയങ്ങളെ അപേക്ഷിച്ച് സമീപ വർഷങ്ങളിൽ സൗദി അറേബ്യ ആഗോള സംഘർഷങ്ങളിൽ അഭിപ്രായം പറയുന്നത് ഒരല്പം മിതത്വത്തോടെയാണ്. യമനിലെ ഹൂതികളുമായി വർഷങ്ങൾ നീണ്ടുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇറാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുമൊക്കെ സൗദി കിരീടാവകാശി ഇതിന് സമാന്തരമായി നടത്തുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി നല്ല ബന്ധം സൂക്ഷിക്കാനും സൗദി അറേബ്യ ശ്രമം നടത്തുന്നുണ്ട്. നേരത്തെ തന്നെ സൗദി അറേബ്യ ഇന്ത്യ ബന്ധം വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമാണ് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും സൗദിയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളും ഓരോ വർഷവും കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസത്തെ റഷ്യയും തമ്മിലുള്ള ആദ്യഘട്ട കൂടിക്കാഴ്ചയിൽ ആതിഥേയത്തിനപ്പുറം ഒരു മധ്യസ്ഥ പങ്ക് വഹിക്കുകയായിരുന്നു സൗദി അറേബ്യ. സൗദി അറേബ്യയുടെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാതെ പെട്രോളിയം നിക്ഷേപം കൊണ്ട് മാത്രം ഇനിയും കൊണ്ട് മുന്നോട്ട് പോകാനാകില്ലെന്ന് സൗദി കിരീടാവകാശിക്ക് ബോധ്യമുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ അമേരിക്ക, റഷ്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് സൗദിയുടെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്ന ശ്രമമാണ് ആ രാജ്യം നടത്തുന്നത്. കൂടാതെ സൗദി അറേബ്യയിലെ പരമ്പരാഗത യാഥാസ്ഥിതിക രീതികളിൽ നിന്നും മാറി കായികമേളകളും സംഗീതമേളകളും ഒക്കെ ഇപ്പോൾ രാജ്യത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. യുഎസുമായുള്ള സൗദിയുടെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകൻ ജറാഡ് കുഷ്ണർ അധ്യക്ഷനായ ഒരു സ്ഥാപനത്തിൽ സൗദി അറേബ്യ $2 ബില്യൺ നിക്ഷേപമാണ് നടത്തിയത്. കൂടാതെ കഴിഞ്ഞ ആഴ്ച റഷ്യയുടെ കസ്റ്റഡിയിലായിരുന്ന അമേരിക്കൻ അധ്യാപകൻ മാർക്ക് ഫോഗലിനെ മോചിപ്പിക്കുന്നതിലും സൗദി കിരീടാവകാശി നിർണായകമായ പങ്കാണ് വഹിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അടുത്ത ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്കും സൗദി അറേബ്യ കളമൊരുക്കുന്നത്. എന്തായാലും സൗദി അറേബ്യയുടേത് അന്താരാഷ്ട്ര തലത്തിൽ വളരെ നിർണായകമായ ഒരു നീക്കം തന്നെയാണ്. അത് തക്ക സമയത്തിൽ തക്ക രീതിയിൽ സൗദി അറേബ്യ ഒരു നിലപാടെടുത്തു എന്നതിലാണ് ആ വിജയം ഇരിക്കുന്നത്. ലോകശക്തികളും പരസ്പരം പോരടിച്ചു നിൽക്കുന്നതുമായ റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു മേശയുടെ മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചത് തന്നെ അത് സൗദി അറേബ്യയിലെ സൽമാൻ രാജകുമാരൻ്റെ കഴിവ് തന്നെയാണ്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യുഎസിലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.